ചന്ദ്രചൂട പ്രകാരം ഇരിക്കുന്ന ചന്ദ്രചൂടൻ ഭഗവാന്മാരെ രക്ഷിക്കട്ടെ. ആര്? ചന്ദ്രചൂടനോ? ആരാകുന്നത് ഈ ചന്ദ്രചൂടൻ? താൻ തന്നെ പറഞ്ഞു കേട്ടാൽ കൊള്ളാം. ലന്ദ്വാഹ, എന്തിനാണ് വളരെ സംശയിക്കുന്നത്? സകല ലോകൈകനാഥനായി ഭഗവതീ വല്ലഭനായി ശ്രീ കൈലാസാധീശനായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീ പരമേശ്വരനെ തന്നെയാകുന്നത് ഇവിടെ രക്ഷയ്ക്കായി കൽപ്പിച്ചയച്ചിട്ടുള്ളത്. ആയതുകൊള്ളാം നല്ല ശിക്ഷ വഴി പോലെ ബോധിച്ചു. ഇത്ര രക്ഷാസാമർഥ്യമുണ്ടായിട്ട് തിരുവടിയെപ്പോലെ മറ്റാരും തന്നെ ഇല്ല എങ്കിലും ചന്ദ്രചൂടൻ എന്ന് പറഞ്ഞതുകൊണ്ടായില്ല. അവസ്ഥാഭേദം കൂടി കൽപ്പിച്ചുണ്ടായിരുന്നെങ്കിൽ വാസനയ്ക്ക് ശക്തിയോറുമായിരുന്നു. പണ്ട് സോമവംശശ്രേഷ്ഠനായി മധ്യമപാണ്ഡവനായി ഇന്ദ്രപുത്രനായിരിക്കുന്ന അർജുനൻ ധാർത്തരാഷ്ട്രാദികളെ ജയിപ്പാനായി കൊണ്ട് പാശുപതാസ്ത്രലോഹത്തെ ചിന്തിച്ച് കൊടും തപസ്സുന്ന കാലത്ത് ഭഗവാൻ ഭക്തന്റെ ഗർവിനെ കളഞ്ഞനുഗ്രഹിക്കാനായി കിരാതവേഷത്തെ പ്രാപിച്ച് കിരാതിനി വേഷധാരിണിയായിരിക്കുന്ന ദേവി ശ്രീപാർവതിയോടും കൂടി അർജുന തപോവനത്തെ പ്രാപിച്ച് ഇരുവരും അതിഘോരമായിരിക്കുന്ന യുദ്ധത്തെ ആരംഭിപ്പൂതം ചെയ്തു. ആയത് പ്രകാരമാകുന്നത് എന്നത് കാരുണ്യപൂരമൃദുലേന ഹൃദാകിരാദോ രോഷാതിരേകകലുഷേണ ച പണ്ഡുസൂനു അല്പം മഹാന്തമഭിവിക്രമമാദദാനഃ വാദേന ദുശ്ചിരതരം സമാനം സമരം ആദേനതു കിരാത പാണ്ഡുസൂനൂച ചിരതരം സമാനം സമരം ആദേനതു. കിരാതമൂർത്തിയും പാണ്ഡുസൂനുവും ചിരതരമായിരിക്കും വണ്ണം സമാനമായിരിക്കുന്ന സമരത്തെ ചെയ്തു. കിരാതമൂർത്തി എന്ന ആരായി കിരാതമൂർത്തി എന്നാണെങ്കിൽ ഭഗവാൻ സ്വാമി പരമേശ്വരൻ കിരാതമൂർത്തി. കാട്ടാളൻ തൻ്റെ നാവ് പുഴുക്കും കൊള്ളരുതാത്തവനെ. ഭഗവാൻ സ്വാമി ശ്രീ പരമേശ്വരനെ കാട്ടാളനാ തന്നെ കണ്ട കാട്ടാളൻ വെച്ചാൽ ഭഗവാൻ കാട്ടാളനാവോ? ഭഗവാൻ കാട്ടാളൻ എന്നാ എന്തിനാ ഭഗവാൻ കാട്ടാളനായത്? ഭക്തവത്സലനായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീ പരമേശ്വരൻ തൻ്റെ ഭക്തനായിരിക്കുന്ന അർജുനന്റെ ഗർവിനെ കളഞ്ഞനുഗ്രഹിക്കാനായി കിരാതവേഷത്തെ പ്രാപിച്ചു. കാട്ടാള വേഷം ധരിച്ചിരിക്കുന്ന ഭഗവാനെ കണ്ട് ദേവി ശ്രീപാർവതി തൻ്റെ ഭക്തനെ അനുഗ്രഹിക്കാൻ ഉത്സാഹത്തോടു കൂടി കിരാതിനി ഈ വേഷധാരിണിയായി. ഭഗവാനും ഭഗവതിയും കാട്ടാളനും കാട്ടാളത്തെയും ആയത് കണ്ട് ഭഗവാന്റെ സഹായികളായിരിക്കുന്ന ഭൂതഗണങ്ങൾ നായാട്ടിനുള്ള ഉപകരണങ്ങളായി ഭവിച്ചു. അങ്ങനെ ഭഗവാന്റെ വ്യാജനായാട്ട് ഘോഷം അർജുന തപോവനത്തിങ്കിലെത്തിയ സമയത്തെങ്കിലാണ് ഉഗാസുരന്റെ വരവ്. ദുര്യോധനാദികളുടെ വാക്ക് കേട്ട് അർജുനനെ നിഗ്രഹിക്കാനായി ഒരു കൂറ്റൻ കാട്ടുപന്നിയെ വേഷം മാറി അർജുനനെ തേറ്റ കൊണ്ട് കുത്തിക്കൊല്ലാനായി ചാടി പുറപ്പെട്ടതാ. ഇത് കണ്ടു കിരാതമൂർത്തി. അങ്ങനെ ഇത് തന്നെ അർജുനന്റെ അടുത്തെത്താനുള്ള വഴി എന്ന് നിരീച്ച് ഭഗവാൻ ശരം തൊടുത്ത് പന്നിക്ക് പിന്നാലെ. എന്തെന്നില്ലാത്ത നായാട്ട് ഘോഷത്തിന്റെ കുട്ടിയാർപ്പിളി കേട്ട് അർജുനൻ തപസ്സിൽ നിന്ന് ഉണർന്നു നോക്കുമ്പോൾ അതാ തൻ്റെ നേർക്ക് തേറ്റ വളർത്തി ചീറിപ്പാഞ്ഞു വരുന്നു ഒരു കൂറ്റൻ കാട്ടുപന്നി. പിന്നെ ഒട്ടും വൈകില്ല, അർജുനൻ തൻ്റെ അവതാഴിൽ നിന്ന് ശരമെടുത്ത് ഓടി വരുന്ന പന്നിക്ക് നേരം കൂടെ തൊടുത്തു. അർജുനൻ ശരം പ്രയോഗിക്കുന്ന കണ്ട് രാധമൂർത്തി ഒരു ശരം കൂടെ പ്രയോഗിച്ചു. ഓടിപ്പോകുന്ന പന്നിക്ക് പിന്നാലെ അർജുനൻ പ്രയോഗിച്ച ശരം അത് പന്നിയുടെ വായിൽ കൂടി. രാധമൂർത്തി പ്രയോഗിച്ച ശരമോ അത് ദുഷ്ടത്തിലൂടെ രണ്ടും കൂട്ടിമുട്ടിയത് പന്നിയുടെ വയറ്റിൽ. നീയോ ഞാനോ, ഞാനോ നീയോ എന്നും പറഞ്ഞു. ഒടുവിൽ ഒന്ന് മേൽപോട്ടേക്കും മറ്റൊന്ന് കീഴ്പോട്ടേക്കും പന്നിയുടെ വയറ് പിളർന്ന് മുഖാസുരൻ സിദ്ധി. കിരാതമൂർത്തി അർജുനനെ കാണാക്കനെ നിന്ദിച്ചു. അർജുനനെ നിന്ദിച്ചു, അർജുനന്റെ വംശത്തെ നിന്ദിച്ചു.
ഇതുകൊണ്ടൊന്നും അർജുനൻ ശുദ്ധിയെടുക്കുന്നില്ല എന്ന് കണ്ട് ഭഗവാൻ തന്നെ തന്നെ നിന്ദിച്ചു പറയാൻ തുടങ്ങി. ശിവനിന്ന കേട്ട അർജുനൻ രോഷാതിരേകകലുഷേണ രോഷം കൊണ്ട് അതികലുഷനായി സൂനു. എടാ കാട്ടാള കുഴിയാ കൊള്ളരുതാത്തവനെ ദുർമാംസം തിന്നി, നീ എന്നെ നിന്ദിച്ചു, എൻ്റെ വംശത്തെ നിന്ദിച്ചു, അതൊക്കെ ഞാൻ പുറത്തു. എടാ ഞാൻ സർവ്വസദാ ധ്യാനിച്ചു വരുന്ന എൻ്റെ ഭഗവാനെ തന്നെയല്ലേ നീ നിന്ദിക്കുണ്ടായേ. എടാ വില്ലാളി വീരനായി ദ്രോണാചാര്യ ശിഷ്യനായിരിക്കുന്ന എൻ്റെ ഒരു ശരം തടുക്കാനുള്ള ത്രാണി നിനക്കുണ്ടോ? എന്നാ അതാ പിടിച്ചോ എന്നും പറഞ്ഞ് അർജുനൻ തൻ്റെ അവനാലിന് ശരം എടുത്തങ്ങോട്ട് പ്രയോഗിച്ചു. മഹാന്തം വിക്രമം ആദദാന, ഹത്തായിരിക്കുന്ന വിക്രമത്തെ ആദദാനാകുന്നു. വളരെ ശക്തിയായിട്ടാ പ്രയോഗിച്ചേ. അത് കിരാതമൂർത്തിയിലെത്തിയപ്പോഴോ മഹാന്തം വിക്രമം അല്പം ആദദാന, വളരെ ശക്തിയായിട്ടാ പ്രയോഗിച്ചേ. അത് കിരാതമൂർത്തിയിലെത്തിയപ്പോഴോ ഇത്രേ ഉള്ളൂലേ. എടാ നീ മഹാവില്ലാളി വീരൻ, ദ്രോണാചാര്യ ശിഷ്യൻ എന്നൊക്കെ നിരീച്ച് നീയുമായി അല്പനേരം യുദ്ധം ചെയ്യാതോർത്ത് ചാടി പുറപ്പെട്ട ഇത്രേ ഉള്ളൂലേ. കിരാതമൂർത്തി കണ്ണടയ്ക്കും തോറും അർജുനന്റെ ശുദ്ധി കൂടി തുടങ്ങി. പിന്നെ തെരുതര തുരുതുര ശരവർഷം. ഇവൻ ഏകപക്ഷീയമായി എൻ്റെ അടുത്ത് യുദ്ധം ചെയ്താൽ എനിക്കൊരു ശരം പോലും പ്രയോഗിക്കാതെ വന്നിരിക്കില്ലേ. അതിനെന്താ വഴി? ഇനി വഴിയുണ്ട്. നന്നെ പതുക്കെ ഒരു ശരം പ്രയോഗിക്കാന്ന് കിരാതമൂർത്തി നിരീക്ഷിച്ചു. എന്താ കിരാതമൂർത്തി നന്നെ പതുക്കെ പ്രയോഗിക്കാന്ന് നിരീക്ഷിച്ചേ? എന്താ ഇപ്പൊ ഭഗവാന്റെ അവസ്ഥ? കാരുണ്യപൂര മൃദുലേന ഹൃദാകിരാദോ, കാരുണ്യപൂര മൃദുലമായിരിക്കുന്ന ഹൃത്തോടു കൂടി ഉപനിഷത്തിനായിരിക്കുന്നു. തൻ്റെ ഭക്തന് നാശം ഉണ്ടാവല്ലേന്ന് നിരീച്ച് മനസ്സിരുത്തി നന്നെ പതുക്കെ ഒരു ശരം കൂടെ പ്രയോഗിച്ചു. അല്പം വിക്രമം ആദദാന, അല്പമായിരിക്കുന്ന വിക്രമത്തെ ആദദാനാകുന്നു. വളരെ പതുക്കിയാ പ്രയോഗിച്ച്. അത് അർജുൻ്റെ അടുത്തെത്തിയപ്പോഴോ എടാ കാട്ടാള കുഴിയാ കൊള്ളരുതാത്തവരെ ദുർമാംസം തിരി, വില്ലാളി വീരനായി ദ്രോണാചാര്യ ശിഷ്യനായിരിക്കുന്ന എൻ്റെ ശരീരം തുളച്ചേരാൻ പാകത്തിൽ ത്രാണിയുണ്ടോ നിന്റെ അസ്ത്രങ്ങൾക്ക്? എന്നാ കാണട്ടെ എന്നും പറഞ്ഞ് അർജുനൻ വീണ്ടും ശരങ്ങട് പ്രയോഗിച്ചു കിരാതമൂർത്തിക്ക് നേരെ. പിന്നെ ഇരുവരും തമ്മിൽ അതിഘോരായിരിക്കുന്ന യുദ്ധം. ഈ സമയത്താണ് ദേവി ശ്രീപാർവതി അവിടെ എത്തുന്നത്. തൻ്റെ ഭക്തനെ അനുഗ്രഹിക്കാനായി ചാടിപ്പുറപ്പെട്ട് ഇപ്പൊ അവനുമായി യുദ്ധം ചെയ്യുന്നോ? ഭഗവാനെ അങ്ങ് യുദ്ധം മതിയാക്ക്, ഭക്തൻ നാശടോ. പാർവതി മിണ്ടാണ്ട് പോണ്ടോ? ഞാനല്ല യുദ്ധം തുടങ്ങി, അവനാ യുദ്ധം തുടങ്ങി. ഇവൻ നിർത്തട്ടെ, എന്നാ ഞാനും നിർത്താം. അർജുനൻ്റെ ഉണ്ണിയാ, ഞാൻ പറഞ്ഞ അവൻ കേൾക്കാതിരിക്കില്ല. അർജുന അർജുന വന്നു ഏട്ടാ. എടി നീ ഏതാ? അർജുന നീ ആരുമായി യുദ്ധം? ഈ കാട്ടാളുടെ കഥയും ഞാൻ കഴിയും. അത് കാട്ടാളല്ല, കാട്ടാളല്ലയോ പിന്നെയോ ഭഗവാൻ. നിന്റെ നാവ് പുഴുക്കും. ഈ കാട്ടാളിലെ ഭഗവാനാന്നാ. എന്തിനു പറയുന്നു? അർജുനൻ യുദ്ധം മതിയാക്കണമെങ്കിൽ അവൻ്റെ അവനാഴിയിലെ വസ്ത്രങ്ങളില്ലാതെ ആകണമെന്ന് പാർവതി നിരീക്ഷിച്ചു. പിന്നെ ഒട്ടും വൈകില്ല. അർജുനൻ്റെ അവനാഴിയിലെ അസ്ത്രങ്ങളെല്ലാം ശപിച്ച് പുഷ്പങ്ങളാക്കി മാറ്റി ദേവി ശ്രീപാർവതി. ഇതുകൊണ്ടൊന്നും അർജുനൻ മതിയാക്കിയില്ല കേട്ടോ. തൻ്റെ അവനാഴിയിലെ പുഷ്പങ്ങൾ കൊണ്ട് കിരാതമൂർത്തിയുടെ മേൽ മുഴുവൻ നിറച്ചു. എങ്ങനെയെങ്കിലും ഈ യുദ്ധം മതിയാക്കണല്ലോ എന്ന് നിരീക്ഷിച്ച് ദേവി ശ്രീപാർവതി അർജുനൻ്റെ അവനാഴിയിലെ പുഷ്പങ്ങൾ ശപിച്ചില്ലാതെയാക്കി. പിന്നെ പുഷ്പങ്ങൾ ശപിച്ചില്ലാതെയാക്കി. പിന്നെ വില്ലിൻ്റെ പാത്തി മാത്രമായി. ഇടതേ കയ്യിലിരുന്ന വില്ലിൻ്റെ പാത്തി വലത്തെ കൈ കൊണ്ട് കൂട്ടിപ്പിടിച്ച് ഇറങ്ങി ചെന്ന് കൊടുത്തു ഠേ ഠേ നെറുകും തലയ്ക്ക്. ഇത് കണ്ട് ദേവി ശ്രീപാർവതി അർജുനൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഭഗവാന്റെ കണ്ണ് ചെന്നിറക്കുന്നതായി കണ്ടു. ദേവി ശ്രീപാർവതി യുദ്ധം മതിയാക്കണം നിരീച്ച് ഭഗവാന്റെ ശ്രീരുദ്രമന്ത്രങ്ങൾ ഉറക്കെ ചൊല്ലാൻ തുടങ്ങി. ശ്രീരുദ്രമന്ത്രം കേട്ട് അർജുനൻ ഒരു നിമിഷത്തേക്ക് കാതോർത്തപ്പോൾ അർജുനന്റെ കയ്യിലിരുന്ന വില്ലിന്റെ പാത്തിയും പിടിച്ചു വാങ്ങി ഗംഗ. പിന്നെ ഇരുവരും തമ്മിൽ മുഷ്ടിയുദ്ധമായി. കിരാതമൂർത്തി തൻ്റെ നീണ്ടൂരുണ്ട കരിമ്പന പോലുള്ള കൈകൾ കൊണ്ട് അർജുനന്റെ വിരിഞ്ഞ വക്ഷപ്രദേശങ്ങൾ ധീം ധീം രണ്ടിടി. അവശനായ അർജുനന്റെ ഇരു കൈകളും കൂട്ടിപ്പിടിച്ച് തലയ്ക്ക് 3 ചൂട്ടി കൊടുത്തു വരേറെ ദൂരെ പ്രദേശത്ത്. ഭഗവാനേ ചന്ദ്രകലാധര പാർവതി വല്ലഭ ഓടി വരണേ, ഒരു കാട്ടാളുടെ കൈ കൊണ്ടായിരിക്കരുതേ എൻ്റെ അന്ത്യം. തൻ്റെ ഭക്തൻ്റെ പ്രാർത്ഥന കേട്ട് പ്രത്യക്ഷനായ ഭഗവാൻ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അവൻ്റെ ശരീരമാസകലം തലോടി ഉത്സാഹിതനായ അർജുനന് വില്ല്, ഗാന്ധീവ്യം എന്നിവ കൊടുത്ത് അനുഗ്രഹിച്ച് കൂടാതെ അവനെ പാശുതാസ്ത്രം കൊടുത്ത് അനുഗ്രഹിച്ചു. ഈ വണ്ണം യാതൊരു ഭഗവാൻ സ്വാമി ശ്രീപരമേശ്വരനും ഇനിയും തന്നെ സേവിക്കുന്ന ഭക്തന്മാരെ അനുഗ്രഹിക്കാനായിക്കൊണ്ട്
പാർവതി സമേതനായി ശ്രീകൈലാസത്തിങ്ക എഴുന്നള്ളി അധിവസിപ്പൂതം ചെയ്തു. പ്രകാരമിരിക്കുന്ന ഭവാൻ ഭവാന്മാരെ സകല വിധാപത്തുകളിൽ നിന്നും രക്ഷിക്കട്ടെ.